ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഭവനിലാണ്. അതായത് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്, എവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത്, അന്ന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ഇതിലോട്ട് പോകാം. ഇപ്പോൾ എൻട്രൻസ് തന്നെ നമുക്ക് ചെറിയ നോട്ടീസും കാര്യങ്ങളൊക്കെ കാണാം. എന്തൊക്കെ എടുക്കാൻ പറ്റും, എന്തൊക്കെ എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി നമുക്ക് കാണാം. അപ്പോൾ നേരെ എൻ്റർ ചെയ്യാം. ഈ കാണുന്ന സാരി പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന സാരി, അതുപോലെ ചെരുപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കാണുന്ന വസ്തുക്കളാണ് ഇന്ദിരാഗാന്ധി നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നത്. നട്രാജിൻ്റെ ഒക്കെ പെൻസിലൊക്കെ നമുക്ക് കാണാം. ഈ മ്യൂസിയത്തിൽ മെയിനായിട്ട് വരുന്നത് കൂടുതലും ഇവരെ പിക്സും കാര്യങ്ങളൊക്കെയാണ്. അന്നുപോലെ നടത്തിയ കുറേ വേൾഡിൻ്റെ പല ഭാഗത്തേക്ക് നടത്തിയ യാത്രകൾ, അതുപോലെ ചെറുപ്പത്തിലുള്ള ഫോട്ടോകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർ മെയിനായിട്ട് ഈ മ്യൂസിയത്തിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ വിദ്യാലയ ജീവിതത്തിൽ നിന്നുള്ള കുറച്ച് പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാം. ഈ കാണുന്നത് ഇന്ദിരാഗാന്ധി അവരുടെ കല്യാണത്തിന് ധരിച്ച സാരിയാണ്. ആ സമയം ജവഹർലാൽ നെഹ്റു ജയിലിലാണെന്നും അദ്ദേഹം നെയ്ത സാരിയാണെന്നും ഇവിടെ നമുക്ക് എഴുതി വെച്ചതായിട്ട് കാണാം. ഖത്തർ, സൗദി അറേബ്യ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് ആദരവിൻ്റെ സൂചകമായി നൽകിയ വസ്തുക്കളാണ്. ഇത് നേപ്പാളിൻ്റെ ബൈരേന്ദ്ര കിങ് നൽകിയ ആദര സൂചകമാണ്. ഈ കാണുന്നത് ചൈന ഗവൺമെൻറ് പ്രസൻറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇത് ഗവൺമെൻറ് ഓഫ് വിയറ്റ്നാം ഇന്ദിരാഗാന്ധിക്ക് പ്രസൻറ്റ് ചെയ്തതാണ്. അതുപോലെ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഓരോ രാജ്യങ്ങളുടെ പ്രസിഡൻറ്റും തുടങ്ങിയ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്ദിരാഗാന്ധിക്ക് പ്രസൻറ്റ് ചെയ്ത സാധനങ്ങളാണ് കാണുന്നത്. ഇവിടെ നമുക്ക് UK ഗവൺമെൻറ് കൊടുത്തത് കാണാം. ഇന്ദിരാഗാന്ധിയുടെ ഡ്രസ്സിങ് റൂമാണ്. അതിൽ എഴുതപ്പെട്ട പ്രകാരം പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്നത് കൈകൊണ്ട് നെയ്ത്ത സാരികളായിരുന്നു എന്നാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നായി സംഘടിപ്പിച്ചതുമാണ്. ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനൊക്കെ വരുത്തിയെങ്കിൽ പോലും ഏകദേശം അതേപോലെ തന്നെയാണ്. താഴെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പായും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 100-ലധികം പുസ്തകങ്ങൾ തന്നെ ഇതിനുള്ളിൽ നിരത്തി വെച്ചതായി കാണാം. അപ്പോൾ ഈ കാണുന്ന കല്ലുകൾ ഇന്ദിരാഗാന്ധിക്ക് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് കൊടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ സൈഡുള്ളത് ഇന്ദിരാഗാന്ധി നമ്മുടെ കൺട്രിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത സ്റ്റോൺസുമാണ്. ഈ കാണുന്നത് രാജീവ് ഗാന്ധിൻ്റെ ടൂൾ ബോക്സ് ആണ്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി അസംബിൾ ചെയ്ത് റെഡിയാക്കിയ ഒരു റേഡിയോ നമുക്ക് ഈ ഭാഗത്ത് കാണാം. രാജീവ് ഗാന്ധി ഇന്ത്യൻ എയർലൈൻസിലുണ്ടായിരുന്ന സമയത്ത് ധരിച്ചിരുന്ന തൊപ്പിയും തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാം. രാജീവ് ഗാന്ധി ധരിച്ച ചെരുപ്പും അതുപോലെ തന്നെ കുർത്തയുമാണ്. അതുപോലെ ഈ ഒരു പക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറും കാണാം. നമുക്ക് ഇവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ രസകരമായ ലോക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. രാജീവ് ഗാന്ധിയെ വധിക്കുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന പൈജാമയും അതുപോലെ ഷൂസുമാണ് നമ്മളിവിടെ കാണുന്നത്. നേരത്തെ നമ്മൾ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കണ്ടിന്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമാണ്. ഈ ഭവൻ്റെ ഡ്രോയിങ് റൂമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഡൈനിങ് റൂമാണ്. ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇന്ദിരാഗാന്ധി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിയെ വധിക്കുന്നത്. ഞാൻ കറക്റ്റ് സ്പോട്ട് എവിടെയാണ് കൊല്ലപ്പെട്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു. ഈ കാണുന്ന വഴിയിലൂടെയാണ് ഏറ്റവും അവസാനമായി ഇന്ദിരാഗാന്ധി സഞ്ചരിച്ചിരുന്നത്. ഈ ക്രിസ്റ്റൽ ഗ്ലാസ് കാണുന്ന സ്ഥലം ലാസ്റ്റ് നടന്ന ഫ്യൂ മീറ്റേഴ്സ് കാണിക്കുന്നതാണ്. അതിൻ്റെ ആ എൻഡിൽ കാണുന്ന ഒരു ബ്ലാക്ക് ഗ്ലാസ് കാണുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ചാണ് വെടി കൊണ്ടത്. സ്വന്തം അംഗരക്ഷകർ തന്നെ തിരിച്ചു നിന്നിട്ട് വെടിവെച്ച സ്ഥലമാണ് ആ ബ്ലാക്ക് മാർക്ക് ചെയ്തിട്ട് കാണുന്നത്. അപ്പോൾ മച്ചാന്മാർ, ഇന്നത്തെ നമ്മൾ വീഡിയോ എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഡൽഹിയിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണാം. ഓക്കെ.